കേരളത്തിലെ പകർച്ചവ്യാധികളെ തടയാൻ സമഗ്രമായൊരു പദ്ധതിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നിരിക്കുക. മാത്രമല്ല, അനുബന്ധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ്, ഫുഡ് ആൻഡ് സേഫ്റ്റി, ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വിദ്യാലയങ്ങളിലും, ശനിയാഴ്ച ഓഫീസുകളിലും, ഞായറാഴ്ച വീടുകളിലും ഈ പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യാം. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഈ വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്, ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, AC-യിൽ നിന്നും വെള്ളം വീഴുന്ന ട്രേ ഉണ്ട്, അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്, ഫ്രിഡ്ജിൻ്റെ പുറകിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കാരണം കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീൻ ആക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുള്ള പാത്രങ്ങൾ അത് അടച്ചു സൂക്ഷിക്കുക. അതിലെ മറ്റ് മാലിന്യങ്ങൾ കലരാതെ നോക്കണം. അതുപോലെ തന്നെ മുഷിഞ്ഞ തുണികൾ, സാധാരണ നമുക്കറിയാം ഒരു ദിവസത്തെ ഇതൊക്കെ കഴിഞ്ഞാൽ തുണികൾ കൂട്ടിയിടുന്നൊരു ഏർപ്പാടുണ്ട്. അതൊക്കെ ആരോഗ്യപരമായി നമുക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയറുകൾ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. പിന്നെ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, കട്ടികൂടിയ ഇലകൾ, മൂടാനുപയോഗിക്കുന്ന ടാർപോളിൻ ഷീറ്റുകൾ, സൺഷെയ്ഡ്, റൂഫിൻ്റെ പാത്തി, ടെറസ്, മുട്ടത്തോട് തുടങ്ങിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ഇതെല്ലാം പുറമെ നമ്മൾ വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകൾ വൃത്തിയായി, അതായത് അത് കവർ ചെയ്ത് സൂക്ഷിക്കുക. പലപ്പോഴും അതിലാണ് ബാക്ടീരിയ കലർന്നുകൊണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഷിഗല്ല ബാധിച്ച ബത്തേരിയിലെ വിദ്യാലയത്തിലെ കിണറുകളിലാണ് ബാക്ടീരിയ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചെടിച്ചട്ടികളും വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകൾ മൂടി സൂക്ഷിക്കുക. ഇതിനെല്ലാം പുറമെ പൊതുസ്ഥലങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒരു വെല്ലുവിളിയായി മാറിയിട്ടുള്ളത് പ്ലാസ്റ്റിക് വസ്തുക്കൾ, പ്ലാസ്റ്റിക് കവറുകൾ, പാഴ്വസ്തുക്കൾ തുടങ്ങിയവ വലിച്ചെറിയാതിരിക്കുക. ഇപ്പോൾ പലരും ചെയ്യുന്നത് അടുത്ത് കാണുന്ന കുളങ്ങളിലും തോടുകളിലൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയാണ്. ഇതെല്ലാം മനുഷ്യന് ദോഷമുണ്ടാക്കുന്നതാണ്. അതുപോലെ തോട്ടം ഉള്ള സ്ഥലങ്ങൾ, റബ്ബർ തോട്ടം, വെട്ടില്ലാത്ത സമയത്ത് ചിരട്ട, കപ്പുവെള്ളം ഇതൊക്കെ കെട്ടി നിൽക്കാത്ത വിധത്തിൽ കമത്തി വയ്ക്കണം. പൈനാപ്പിൾ തോട്ടം, പൈനാപ്പിളിൻ്റെ ഇല ചേരുന്ന ഭാഗത്ത് വേപ്പിൻ പിണ്ണാക്ക്, മണ്ണ് തുടങ്ങിയ വിതരണം. വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ മാറ്റുക. പിന്നെ ഓരോന്നിനും അത് കൊതുകിനെ പ്രതിരോധിക്കുക. അതാണ് മെയിനായിട്ടുള്ള ഇന്നത്തെ രോഗങ്ങളുടെ മൂല കാരണം എന്ന് പറയുന്നത്, കൊതുകുകൾ പെറ്റുവരുന്നതാണ്. ഇതാണ് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഫലപ്രദമായി തടയണമെങ്കിൽ ഇതനുസരിച്ചിട്ടുള്ള ഒരു പ്രോട്ടോക്കോളുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വീട് വീടാന്തരം ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവർ ചെന്ന് ഈ ലക്ഷ്യങ്ങളൊക്കെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഡ്രൈ ഡേയോട് പൂർണ്ണമായിട്ട് സഹകരിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്.